ഹലോ, ഇപ്പോൾ വാട്ടർമെലിൻ്റെ സീസണല്ലേ. നമുക്കേ മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കി നോക്കിയാലോ. സോ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് പാലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേ. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. പിന്നെ ആവശ്യത്തിന് ഷുഗർ. ഈ പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടിട്ടാലേ വേഗം അലിഞ്ഞ് കിട്ടുവേ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് റോസിൻ്റെ സിറപ്പാട്ടോ. റോസിൻ്റെ സിറപ്പ് ഞാനൊരു ആവേശത്തിന് 2 സ്പൂൺ അങ്ങ് ഇട്ട്. കറക്റ്റ് 1 സ്പൂൺ മതിയായിരുന്നു. 1 സ്പൂൺ ആണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുവേ. ഞാൻ 2 സ്പൂൺ ഇട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലേവർ ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുമായിരുന്നേ. അത് നമ്മുടെ ഓൺലൈനിലും അതുപോലെ തന്നെ നിയർ ബൈ ഷോപ്സിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ സാധനം നമ്മുടെ തണ്ണിമത്തൻ ഞാനെടുത്ത ഒരു കുഞ്ഞ് പോർഷനാണ്. എന്താണെന്ന് വെച്ചാൽ പാല് ഞാൻ കുറവാലോ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കുഞ്ഞ് പോർഷനാണ്. പിന്നെ എൻ്റെ തണ്ണിമത്തന് അധികം മധുരം ഉണ്ടായില്ല. നിങ്ങൾക്ക് മേടിക്കുമ്പോഴത്തേക്കും മധുരമുള്ളതാണ് കിട്ടണമെങ്കിൽ ഇച്ചിരി കൂടി അടിപൊളിയായിരിക്കും. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്ത് കേട്ടോ. ഇതിനേലും കുഞ്ഞ് ക്യൂബാക്കാൻ പറ്റുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ സീഡ്സും കൂടി കളഞ്ഞു കൊടുക്കേ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആ മിക്സില്ലേ, ആ പാലിൻ്റെ മിക്സിലേക്ക് ഈ ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ചിയാ സീഡില്ലേ, നമ്മൾ ചിയാ സീഡോ അതുപോലെ തന്നെ കസ്കസോ എന്താണെങ്കിലും മതി. എൻ്റെ കയ്യിൽ ചിയാ സീഡ് ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഞാൻ ചിയാ സീഡാട്ടോ ഇട്ട് കൊടുത്തത്. അത് കുതിർത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതെപ്പോഴും നല്ല തണുപ്പിച്ച് കുടിക്കണം കേട്ടോ. നല്ല ചില്ലായിട്ട് കുടിക്കണമായിരിക്കും നല്ലത്. സോ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ പാലൊഴിച്ച് കൊടുക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ. നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആട്ടോ. നമ്മളെപ്പോഴും ഒന്നും ഉണ്ടാക്കണമല്ലോ. സോ ട്രൈ ചെയ്ത് നോക്കണേ.